റീസണബിൾ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം വെച്ച ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ മാറ്റിയിട്ടില്ല. ഇപ്പോഴും അതാണ്, മുഖ്യമന്ത്രി മാറി, ഞങ്ങൾ മന്ത്രിമാരും മാറി എന്നുള്ളത്. അത് ആനയ്ക്കറിയാൻ വയ്യാമല്ലോ. ആന ഈ നാട്ടിൽ ഇരിക്കുകയല്ലേ. ആന അറിയുന്നില്ല. അതോ ഇനി അറിഞ്ഞാണോ, ഞങ്ങൾ വന്നെന്ന് അറിഞ്ഞുകൊണ്ടാണോ ആന പെട്ടെന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്നത്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിമർശിച്ചതായിട്ട് കണ്ടു. റീസണബിൾ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ഒരു ബഡ്ജറ്റിൽ പണം വെച്ച് അത് പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്ത് കേരളത്തിൻ്റെ 6000-ൽ പരം കിലോമീറ്റർ നീളമുള്ള വനാതിർത്തിയിൽ അതിന് പ്രതിവിധി കാണണം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വെച്ച ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ മാറ്റിയിട്ടില്ല. ഇപ്പോഴും അതാണ്, മുഖ്യമന്ത്രി മാറി, ഞങ്ങൾ മന്ത്രിമാരും മാറി എന്നുള്ളത്. അത് ആനയ്ക്കറിയാൻ വയ്യാമല്ലോ. ആന ഈ നാട്ടിൽ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം, ഞാൻ അതിനിപ്പം മറുപടി പറയുന്നില്ല, അതായത് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആന അറിയുന്നില്ല. അതോ ഇനി അറിഞ്ഞാണോ, ഞങ്ങൾ വന്നെന്ന് അറിഞ്ഞുകൊണ്ടാണോ ആന പെട്ടെന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്നത്? അതുകൊണ്ട് നിഷ്ക്രിയത്വം അല്ലെങ്കിൽ പ്ലാനിങ് ഇല്ലാത്ത സംവിധാനം തന്നെയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇടുക്കിയിൽ ഒരു സൈഡിൽ ഫെൻസ് ഇട്ടു, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയോട് ചേർന്ന്. അത് വന്ന് ഒരു പോയിന്റ് വരെ വന്നപ്പം ഈ റേഞ്ചിൻ്റെ തീർന്നു. നീ മറ്റേ റേഞ്ചാണ് ഇടേണ്ടത്. അവിടെ ഇട്ടിട്ട് പോയി. വല്ല കാര്യമുണ്ട് ഇത് ഫെൻസ് ഇട്ടിട്ട്? ഇങ്ങനെയുള്ള വർക്കല്ല വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, ടോട്ടൽ ഇൻ്റഗ്രേറ്റഡ് കോംപ്രിഹെൻസീവ് പ്ലാൻ തയ്യാറാക്കിയിട്ട് അത് വെച്ച് എവിടൊക്കെയാണ് വെറും ഫെൻസ് വേണ്ടത്, 3 ടയർ വേണ്ടത്, 2 ടയർ വേണ്ടത്, ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കണം. അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുന്നതിൻ്റെ സമയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കറിയാം. ഞങ്ങളിതിന് എഫേർട്ട് എടുക്കുന്നുണ്ട്, നിഷ്ക്രിയമായി നിൽക്കില്ല. അത്രയും പറയാം. ഞാൻ പറഞ്ഞതേ, പുനരധിവാസം നവകേരളത്തിൻ്റെ ഒരു പദ്ധതി വെച്ച് കുറച്ച് പേരെ എടുത്തു. അത് പാതി വഴിയിൽ പോയി, അതറിയാം. നഷ്ടപരിഹാരം വളരെ അപര്യാപ്തമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനെല്ലാം ഇപ്പോൾ വർധനവുണ്ടാകും. പക്ഷെ അത് പര്യാപ്തമാണെന്ന് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ എനിക്ക് ചെയ്യാനൊക്കുന്ന ഈ ബഡ്ജറ്റിൽ അതൊന്ന് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വർധനവുണ്ടാകും. പക്ഷെ അവിടെ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നത്, മനസ്സിൽ വന്ന ആശയം, മലയോര മേഖലയിലാകും കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി പഞ്ചായത്തുകളും ഗവൺമെൻറ്റും എല്ലാവരും കൂടെ ചേർന്ന് ഉള്ളൊരു ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് പോകാനുള്ള സാധ്യത. അതും പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അവർ കുറച്ചുകൂടെ പ്രതിബദ്ധതയുണ്ടല്ലോ. അങ്ങനെ വന്നതിന് ശേഷമാണ് കർഷകരുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ MACT പോലൊരു സംവിധാനം എന്നുള്ളത്. MACT ഇൻഷുറൻസ് റിലേറ്റഡ് ആണ്, മോട്ടോർ ആക്സിഡൻറ്റിൻ്റെ. അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് അവരാഗ്രഹിക്കുന്ന നിലയിലേക്കുള്ള കോമ്പൻസേഷൻ കൊടുക്കാനൊക്കത്തുള്ളൂ. അന്നേരം ഇപ്പോൾ ഒരു തെങ്ങിന് 750 രൂപ കൊടുത്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വർധനവ് UDF കൊണ്ടുവരും. പക്ഷെ അത് പര്യാപ്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരിട്ട് ബാധിക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞാൻ ഉദ്യോഗസ്ഥർക്ക് അതിലൊരു സങ്കീർണമായ വിഷയമാണ്. ആ കുട്ടിയുടെ പിതാവ് അവരെ ഉപേക്ഷിച്ചു പോയെന്നാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അമ്മ മരണപ്പെടുകയും ചെയ്തു. ഇനി ആ കുട്ടിയുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇപ്പോൾ തുടങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശിച്ചു, ആ കുട്ടിയെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വകുപ്പ് എങ്ങനെ സംരക്ഷിക്കുമെന്നുള്ളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് നാളെ എന്നെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു മോഡലാക്കി തന്നെ നമുക്കത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഒരു സമയം കൊടുക്കുക, എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളത് നോക്കട്ടെ. അല്ല, ഇന്ന് എനിക്ക് മുഖ്യമന്ത്രിയുടെ മീറ്റിംഗ്, അല്ലെങ്കിൽ ഞാൻ പോയേനെ. ഇന്ന് മുഖ്യമന്ത്രിയുടെ മീറ്റിംഗ്, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് 8 മണിക്ക് പറഞ്ഞേക്കുവാണ്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യമായിട്ട് തിരിച്ചു പോവാം. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.